സംഭവന്റെ കോളേജ് ഇതാട്ടോ. കുഞ്ഞിപ്പന്റെ കുളിയൊക്കെ കഴിഞ്ഞ് കുളിക്കാം. ഈ റൂം അങ്ങ് പൊളിച്ചാലും നമുക്ക്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് കുഞ്ഞിപ്പെണ്ണിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കേട്ടോ. കുഞ്ഞിപ്പെണ്ണ സ്കിന്നിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഡ്രൈ സ്കിന്നിന്റെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരുന്ന് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സെറ്റ് തീർന്നു. അപ്പൊ രണ്ടാമത്തെ ഘട്ടമാണ്. അപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് കുറവുണ്ട്, നല്ല കുറവുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നില്ല, ആ മരുന്ന് തേച്ചപ്പോഴേക്ക് കുറച്ച് ഓയിൽമെന്റ് ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. അത് കിട്ടി തേച്ചപ്പോഴേക്ക് നല്ല ഡ്രൈ സ്കിൻ ആയിരുന്നു മൊയിൽ മൊത്തം. അതൊക്കെ മാറി നല്ല സ്മൂത്ത് ആയി. അതുപോലെ തന്നെ കുറച്ച് റെഡ് റാഷസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൈന്റെ മടക്കൊക്കെ ഇല്ലേ, മടക്കൊക്കെ വരുന്ന ഭാഗത്ത് ഒരുമാതിരി ഇങ്ങനെ ടൈറ്റ് ആയിരുന്നു. വരുന്ന ആൾക്കാരുടെ ഒക്കെ അങ്ങനെ ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ക്ലൈമറ്റും കൂടെ ചേഞ്ച് ചെയ്തപ്പോ വല്ലാണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഡോക്ടറെ കണ്ട് മരുന്ന് കിട്ടിയപ്പോ പെട്ടെന്ന് തന്നെ സംഭവം മാറി. ഇനിയപ്പോ റീചെക്കിന് നമ്മുടെ കുഞ്ഞുമാവ തുണ്ടരിമണി എന്റെ പോണെ എവിടെ പോനെ അവടെ നമ്മള് പോവാട്ടോ. നമ്മൾ ഇറങ്ങിട്ടോ സ്റ്റാർട്ടായിട്ടോ. എന്റെ കൂട്ടുകാരെ, എന്റെ പൈനാപ്പിളിന്റെ ഉപ്പാറ് കണ്ടോ? അപ്പൊ കുഞ്ഞിപ്പെണ്ണ നേരെ ഇരിക്കട്ടെ കേട്ടോ. വെയിലാട്ടോ കൂട്ടുകാരെ, നല്ല ചൂട് കേട്ടോ. മമ്മീനോട് പറ. മമ്മി ഓട്ടരാട്ടോ. തുമ്മലാട്ടോ, തുമ്മൽ ഒട്ടും കുറവില്ല. തുമ്മൽ പൊടിന്റെ ആണെന്ന് തോന്നുന്നു, എനിക്ക് അലർജി ആണെന്ന് തോന്നുന്നു കേട്ടോ. പപ്പൻ തുമ്മലിന്റെ ഒച്ച. ഇവിടെ പൊടിയുണ്ടോ? ഒന്നിൽ പൊടിയുണ്ട് കേട്ടോ. പൊടിയുണ്ടല്ലേ? അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ആശുപത്രിയിൽ എത്തിട്ടോ. ഇവിടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞിപ്പെണ്ണ ഉറങ്ങുവാ. അപ്പൊ കൂട്ടുകാരെ, നമ്മളവിടെ ആശുപത്രിയിൽ എത്തി. അപ്പൊ കുഞ്ഞിപ്പെണ്ണാണ് നല്ല ഉറക്കാട്ടാണ്. അപ്പൊ കൂട്ടുകാരെ, ഡോക്ടറെ കണ്ടോ. ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ എഴുതി കാണിച്ചോ. ഉറങ്ങുവാട്ടോ കുഞ്ഞിപ്പെണ്ണ്. നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ ഈസായിട്ട് എണീച്ചത്. വണ്ടിന്റെ ഡോർ അടച്ചപ്പോഴായിരുന്നു പെട്ടെന്ന് ചാടി എണീച്ചോ. ഉറക്കത്തിന്റെ മൂച്ചിലാണുള്ളത്. നമ്മുടെ ബെൻസിന്റെ ഡോർ അടച്ചപ്പോ അതിന്റെ സ്മൂത്ത് ആയതുകൊണ്ട് ലോറിന്ന് കല്ലിറക്കുന്ന ഒച്ച. ഡോർ അടയ്ക്കോ. അത് ഇവള് ഡോർ അടച്ച ഇപ്പുറത്തെ ഡോർ തുറക്കും. അമ്മാരും അടയ്ക്കുന്നു അടയ്ക്കുന്നു. അയ്യോ, ഞാനല്ല നീ. അപ്പൊ കൂട്ടുകാരെ 3 നേരം കാണിച്ചോട്ടെ. എന്റെ മുഖത്തിൽ കുരുവിന്റെ ഞാൻ കാണിച്ചോട്ടെ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും ഒരാളെ കാണിക്കാൻ വന്നിട്ട് 3 പേരെ കാണിച്ചിട്ടോ. അപ്പൊ നേരെ വീട്ടിൽ പോകും കൂട്ടുകാരെ. വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടീസ് ഉണ്ട്. പഴംപൊരി വേണ്ട, വീട്ടിൽ പോവാം. എന്താടി പാട്ട് പറഞ്ഞോ? കൂട്ടുകാരെ, ഞാൻ പഠിച്ച കോളേജ് ആട്ടോ ഇത്. അതാ ഇവിടെ ഓർമ്മകൾ ഇവിടെ കണ്ടോ? ഈ കാടിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരു കോളേജ്. കാടിന്റെ ഉള്ളിലോ? കണ്ടോ കോളേജ് കണ്ടോ? നിർത്ത്. ആ, എന്നാലും കാണിക്കാൻ പറ്റുമോ? അപ്പൊ കൂട്ടുകാരെ, സംഭവന്റെ കോളേജ് ഇതാട്ടോ. കോളേജ് പറയടാ നിന്റെ കോളേജ്. SNDP ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ആ കോളേജിൽ പഠിച്ചപ്പോൾ ലൈനിന്റെ പേര് പറഞ്ഞേ. പറ. നമ്മള് വീടിന്റെ അവിടെ എത്താറായിട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ കാണിച്ച് സൂപ്പർ ആയിട്ട് നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സൂപ്പർ. നമ്മുടെ വീട്ടിലേക്ക് ഒരു ചേച്ചിമാർ 2 വൈന്ന് തടസ്സം നിൽക്കുകയാണ്. ചേച്ചി വീട്ടിലേക്ക് പൊക്കോട്ടെ. കുഞ്ഞിപ്പടെ കടിച്ചു പിടിച്ചേക്കോട്ടോ. കേറ്റം കയറി പേടിച്ചു തോന്നുന്നു. വണ്ടി വെച്ചേട്ടെ എത്തിയോ? അപ്പൊ കൂട്ടുകാരെ, നാടക വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ മോളിക്കോട്ടനെ അടുത്തേക്ക് ചാടി പോയിട്ടോ കുഞ്ഞിപ്പെണ്ണ്. ബുള്ളറ്റ് കയറി പോണോ കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് പുറത്ത് പോയിട്ട് വന്നിട്ട് എന്റെ പപ്പയെ കുഞ്ഞുവാനെ കളിപ്പിക്കുവാണോ എല്ലാരും.
അവിടെ പോയി നോക്കുമ്പോഴേ കുഞ്ഞിപ്പണിങ്ങനെ ചുറ്റും നോക്കൂടോ ഡൂഡ് നോക്കുന്നേ അവിടെ പോയി. അപ്പൊ കൂട്ടുകാരെ പൊന്നാണ് എന്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. പൊന്നു എന്തോ ജ്യൂസ് അടിക്കാൻ തോന്നുന്നു കേട്ടോ. നല്ല ചൂട് പുറത്തുനിന്ന് ആ ചൂടൊക്കെ അടിച്ച് അകത്ത് വന്നപ്പോ എന്താ കുഞ്ഞത് ലൈമാ അത് കഴിക്കി. അപ്പൊ പൊന്ന് ഫ്രഷ് ലൈം ഉണ്ടാക്കിയിട്ടുണ്ടേ. സൂപ്പർ പൊതിഞ്ചപ്പ് കിട്ടുന്നല്ലേ. അപ്പൊ കൂട്ടുകാരെ ഫ്രഷ് ലൈം കുടിക്കാം കേട്ടോ. നല്ല തണുത്ത ഫ്രഷ് ലൈം. പുറത്താണ് നല്ല പുകച്ചിലായിരുന്നു കേട്ടോ. അല്ലേ ഭയങ്കര ചൂടും പുറത്ത് പോയിട്ട് വന്നിട്ടാണ് നല്ല ചൂടായിരുന്നു കേട്ടോ. ഉള്ളിൽ നല്ല പുകച്ചിലായിരുന്നു. നല്ല വെയിലടിച്ചിട്ട് നമ്മുടെ വണ്ടിക്ക് അതാണ് AC ഒന്നും ഇല്ലല്ലോ. നല്ല വെയിലടിച്ചിട്ട് നല്ല പുകച്ചിലായിരുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് കണ്ട വന്ന പാട് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഫാൻ ഇങ്ങനെ കുഞ്ഞിപ്പെണ്ണ് മേത്തേക്ക് അടിക്കുമ്പോ കുഞ്ഞിപ്പെണ്ണ് നല്ല സന്തോഷം കേട്ടോ. എന്റെ ജീവമ്മ ഈ ഫാനും കൊണ്ട് കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണാണോ നീ? അപ്പേ വിളിച്ചേ. ഓ അപ്പൊ കൂടുതൽ ജ്യൂസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ കിടിലൻ ജ്യൂസ് ആയിരുന്നു. ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാ കുഞ്ഞിപ്പണി കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇവൻ പിന്നെ വന്നു. ഉയിരേ ഉയിരേ ഉനവിടയിടും ഉയിരേ പിരിന അഴകേ അഴകേ ഉനവിടയിടും. ഓ ഐസ്ക്രീം പാൽ അമ്മ. ഹലോ കൂട്ടുകാരെ, ഞാൻ പോട്ടെ. ഞാൻ എന്തിനാ ഇരിക്കണേ? മമ്മി എന്താ ഇരിക്കണ്ടേ? കണ്ട കൂട്ടുകാരെ മമ്മി പോട്ടെ. മമ്മി എന്തിനാ മമ്മി ചൂടെടുത്തിട്ട് ചൂടല്ലേ. ഇന്നിവിടെ നല്ല മഴ പെയ്യാൻ വേണ്ടിട്ട് വന്നിട്ട് ചാറിയിട്ട് പോയി. അപ്പൊ അതുകൊണ്ട് നല്ല ചൂടാട്ടോ. കുഞ്ഞിപ്പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് കുളിക്കാനുള്ള ഉറങ്ങാനുള്ള മൂഡിലാട്ടോ കുഞ്ഞിപ്പെണ്ണ്. അയ്യോ എൻജോയ്. ഓ അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിന് കുളിയൊക്കെ ഒന്നുറക്കമ്മേ പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണ ഉറങ്ങാനുള്ള മൂഡിലാട്ടോ. കണ്ടോ ഉറങ്ങാനുള്ള മൂടാകുമ്പോഴേക്കും കേട്ടോ. എന്റെ ദൈവമേ ഒങ്ങിക്കോട്ടോ പൊച്ചു തന്നെ ഉറങ്ങാ. എന്റെ ദൈവമേ അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാനുള്ള പരിപാടി കേട്ടോ. അതായിട്ട് ഇങ്ങനെ വഴക്കിടുന്നേ. എല്ലാവർക്കും കണ്ണിൽ ഇങ്ങനെ കേറി ഇരിപ്പുണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല സുഖല്ലേ ഉറങ്ങാന്. ഇപ്പൊ ചൂടും കൂടെ മഴ പെയ്യാൻ വന്നിട്ട് മഴ പെയ്തില്ല അല്ലേ. മഴ ചാറിയിട്ട് പോയോണ്ട് നല്ല ചൂടാട്ടോ. ഇങ്ങനെ ഒരു വലിയ വലിയ അപ്പൊ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അമ്മേ അപ്പേ നല്ല ഉറക്കം വരുന്നു കേട്ടോ. ഇപ്പൊ കൂട്ടുകാരെ ഞാന് കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് കാണാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് ഞാൻ വന്ന് നോക്കുമ്പോ സാമ്പ ഭയങ്കര വർക്കിലാട്ടോ. ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. വർക്ക് തീരാത്തതിന്റെ സമയം ഇപ്പൊ രാത്രി 12 മണിയായിട്ടോ. ഞാനൊന്ന് ഉറങ്ങിപ്പോയിച്ചേ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ കിടന്നിട്ട്. ഓ നീ ആനക്കുട്ടീനെ വരച്ച് നിൽക്കുന്നയാ. ആനക്കുട്ടി കേട്ടോ. ആനക്കുട്ടി വർക്ക് ചെയ്യുന്ന കേട്ടോ കൂട്ടുകാരെ. ഞാൻ അതിന്റെ ഇടയിൽ നിനക്ക് കമ്പനി തരാൻ വന്നേ. ബോറടിക്കണ്ടല്ലോ. കമ്പനിയാ ഞാൻ ഫ്രണ്ട് അല്ലേ നിന്റെ. എടാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടടാ. ഞാൻ കുറച്ചേരം ആനക്കുട്ടീനെ വരച്ചേരാടാ. ഓ അതാണ് ഇപ്പൊ മുഖം വീർപ്പിക്കുന്നത്. ഞാൻ ഉറങ്ങിയതിന്റെ സഹിച്ചില്ല. ഞാൻ ഉറങ്ങിയത് അവന് സഹിച്ചില്ല കേട്ടോ കൂട്ടുകാരെ. ഇതെന്താ ഇവിടെ നിക്കാത്ത ഇങ്ങനെ. എനിക്ക് ഭയങ്കര ഒരു ഐഡിയ കിട്ടിച്ചേ. ഈ റൂം അങ്ങ് പൊടിച്ചാലും സീരിയസ് ആയിട്ട് പറയാം കൂട്ടുകാരൻ. നിങ്ങളുടെ അഭിപ്രായം എന്താ? സെപ്റ്റംബർ അല്ലേ? ഇത് സെപ്റ്റംബർ ആയിട്ടില്ലല്ലോ. അല്ല ഇത് സെപ്റ്റംബർ ആണോ?
ഇച്ചേ ഉം. ഈ ഭിത്തി പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് ഉം. ഈ ജനറേറ്റർ ഇല്ലേ, അതിന്റെ പേര് ജനറേറ്റർ എന്നല്ലേ? ജനറേറ്റർ നമുക്ക് ഭിത്തിയുടെ ഉള്ളിൽ കയറ്റി വെക്കുന്ന കൂട്ട് കിട്ടും ഇപ്പൊ. ഇപ്പത്തെ മോഡൽ അതാണ്. ജനറേറ്റർ ആട്ടോ, മണ്ണെണ്ണ ഒഴിച്ചാൽ അത് കത്തുള്ളൂ, കറണ്ട് വരുള്ളൂ. അതിന്റെ പേര് എന്തായിരുന്നു? ജനറേറ്റർ, ഫ്യൂസ്, ജനറേറ്റർ, വയറ്. 3 പ്ലഗ്, ഒരു ജനറേറ്ററും ഒരു വെള്ള സാധനവും. വെള്ള സാധനം എന്താ? ഓഫാക്കുന്ന ഓണാക്കുന്ന സാധനല്ലേ? ജനറേറ്റർ ഓൺ ആക്കണ്ടേ? എന്താ സ്റ്റാർട്ടാക്കാൻ പാടില്ല. തെറ്റിട്ടുണ്ട്, പറയും ജനറേറ്ററിന്റെ പേരെന്താ പറ. ഇവളിങ്ങനെയാട്ടോ. എന്നിട്ട് അത് ഭിത്തി കയറ്റി വെക്കുന്ന കൂട്ടുണ്ടല്ലോ ഇപ്പം. ജനറേറ്റർ അല്ലേ? എനിക്കറിയാം, ജനറേറ്റർ ഭിത്തി കയറ്റി വെക്കും. എന്താ കൂട്ടാൻ അതിന്റെ പേര് മറന്നതിന് പണ്ടാരും പറയുന്നല്ലേ? സ്വിച്ച് ബോർഡ്. നീ എന്ത് സ്വഭാവ പൊട്ടത്തിനെ പറയുന്നത്? സ്വിച്ച് ബോർഡ് പറയുന്നത് ഇതാണ്. അതല്ല, മെയിൻ സ്വിച്ച്. ജനറേറ്റർ. ജനറേറ്റർ, ആ ജനറേറ്റർ കല്ലായിട്ട് കല്യാണത്തിന് വെക്കുന്നല്ലേ? അതിന് ഇവിടെ കൂടെ വെച്ചേക്കുന്നേ. അത് ഒരുപാട് കല്യാണം എടുത്തോണ്ട് വെക്ക്. ഇവളൊക്കെ ഇവിടെ ഉറങ്ങി നീച്ചപ്പോ ഇവക്ക് ഇളകി, ഇവക്ക് എന്റെ അടുത്ത് വന്നിട്ട് ചൊറിയണം. അതാണ്. അല്ല കൂട്ടുകാരെ, ഞാൻ കാണിച്ചു തരാട്ടെ ഈ റൂമിന്റെ അവസ്ഥ എന്താണ്. കൂട്ടുകാർ ഇച്ച വർക്ക് ചെയ്യുന്ന റൂമിന്റെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ ഭിത്തിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അവിടെ പൊട്ടിയിട്ടുണ്ട് കണ്ടോ. ആ കട്ട എപ്പോഴും വേണേലും താഴെ വീഴും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്ന പൈപ്പ് ലൈൻ ഇല്ലേ, ഈ പൈപ്പ് ലൈന് ഭിത്തിന്റെ ഉള്ളിലാക്കാൻ പറ്റും നമുക്ക്. എന്നിട്ട് ഈ സ്വിച്ച് ബോർഡ് സ്വിച്ചിന്റെ ഉള്ളിൽ കയറ്റി വെക്കാം. എന്നിട്ട് ഈ മേലത്തെ സീലിംഗ് മാറ്റിയിട്ട് നമുക്ക് അപ്പൊ കൂട്ടുകാരെ ആരും പേടിക്കണ്ട കേട്ടോ, ആരും പേടിക്കണ്ട. പൊന്നിന് ഉറങ്ങി എണീച്ചപ്പോ എന്താ സ്വപ്നം കണ്ടിട്ട് വന്ന കേട്ടോ. അതിന്റെ ആ ഉറക്കണീച്ച് കഴിയുമ്പോഴേക്കും റെഡി ആവും. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. എന്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ ഉറക്കപ്പിച്ചില്ലൊന്നല്ല, എന്നെ കണ്ടേ നോക്കിയ ഉറക്കത്തിലാണോ? ഉറക്കത്തുനിന്ന് എന്തോ സ്വപ്നം കണ്ടു എന്നിട്ട് വന്നയാ. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരാഗ്രഹം പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരാഗ്രഹം ചോദിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോയി സ്കൂട്ടി 2 ഹെൽമെറ്റ് ഉണ്ട്. ഇല്ല, ഒരു ഹെൽമെറ്റേ ഉള്ളൂ. ഞാൻ മാത്രം പോയിട്ട് വരാം. ഇങ്ങോട്ട് എനിക്ക് വെറുതെ പുറത്ത് വർക്ക് ചെയ്യുമ്പോ ഏത് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ നിനക്ക് മൈൻഡിനൊരു റിലാക്സേഷൻ വേണം. പിന്നെ ഞാൻ നിന്നെ വെല്ലു വിളിക്കുന്നു, നിനക്ക് എന്നെ പുറത്തു കൊണ്ടുപോകാൻ പറ്റുമോ? വേണ്ട കേട്ടോ, ഇനി ചോദിക്കില്ല. ഇത്രയും നാണം കിട്ട ആരും ഇങ്ങനെ ചോദിക്കില്ല. ശരിയല്ല കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, മമ്മിയും കുഞ്ഞിപ്പെണ്ണും ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. സേഫായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടി എന്നോടൊന്ന് ചോദിക്കാൻ പോവാണ്, എന്നെ കൊണ്ടുപോകുമോ? അതാ ചോദിക്കുന്നു. നാണമുണ്ടോ നിനക്ക്? എത്ര നേരമായി കെഞ്ചുന്നു നിന്റെ അടുത്ത്? പോളാ. ഞാൻ റെഡി പോവാനല്ലേ, എനിക്കറിയാം. കള്ളനെ പോലെ കൂട്ടാ കുഞ്ഞിനെ കൊണ്ട് പുറത്തു വിട്ട് വരാം. കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ മമ്മി കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ പുറത്ത് എവിടെ ഇതൊക്കെ എങ്ങോട്ടാ പോണ്ടേ? എന്റെ ദൈവമേ, പെണ്ണിനുണ്ടല്ലോ, പെണ്ണിന് സന്തോഷം കേട്ട് പെണ്ണാണ് കാണിക്കുന്ന കാട്ടായി നോക്ക്. എത്രയായി? 11:30 അല്ലേ? പോട്ടെ. എന്റെ മോനെ കൂരിട്ട് ഞാനിങ്ങനെ രാത്രി ഒന്നും പുറത്തിറങ്ങി എനിക്ക് പേടി. നിന്റെ ഓർക്കനോ? ഫ്ലാഷ് അടിക്കട്ടെ. സെക്കൻഡ് അതിര്
അപ്പൊ കൂട്ടുകാരെ എന്റെ ചെരുപ്പിലാണ് ബെക്കുപട്ടി കടിച്ചു വെച്ചേക്കും കേട്ടോ. അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇടുന്ന കുഞ്ഞിച്ചേന്റെ അയ്യോ എന്റെ ചെരുപ്പിനുള്ളിൽ എന്താ മൊത്തം വെള്ളം വളർത്താക്കോ. മീൻ വളർത്താലോ. കഴുകി വെച്ചതാണ്. കള്ളന്മാര് പോണോ. നീ വണ്ടി എടുക്കുന്നോ? ഇങ്ങോട്ട് പോ. സീൻ വരുന്നുണ്ടേ. കണ്ടോ എന്റെ കണ്ണ് വരുന്നുണ്ടോ? എന്താടി അതിനെക്കൂടണ്ട. നീ കേറ്. അയ്യോ ഇതെന്താ അട്ടയോ? റൈന കരയല്ലേ റൈന. നമ്മുടെ വണ്ടിക്കാണെങ്കിൽ വെളിച്ചം കുറവാട്ടോ. നെഗറ്റീവ് തുടങ്ങി. ഇതെന്താണോ ഞാൻ ട്രാക്ടറൊക്കെ സ്റ്റാർട്ടാക്കി. ഞാൻ ഉദ്ദേശിച്ചത് സ്കൂട്ടി പോവാനായിരുന്നു. പക്ഷെ 2 ഹെൽമെറ്റ് ഇല്ലാത്ത കാരണം പോലീസൊക്കെ നല്ല രസമായിരിക്കും. നമ്മൾ നിയമം തെറ്റിച്ചൊന്നും പോലും കേട്ടോ. പക്ഷെ ഇത് മതി. വരട്ടെ എന്റെ മഞ്ഞേ വരട്ടെ. കൂട്ടുകാരെ ഞാനിവിടെ ഉണ്ട് കേട്ടോ. കറക്റ്റ് വീട് പാപ്പാ. റൈറ്റ് ഓർ ലെഫ്റ്റ്? ലെഫ്റ്റ് പോവാം. ക്ലാസ് പോയിക്കോ, തണുപ്പടിക്കണ്ട. ഇതെന്തോന്ന് നൈറ്റ് ഡ്രൈവ് അതൊക്കെ പോയിക്കോന്ന്. മറ്റേ ഒരു പുതപ്പും കൂടി എടുക്കുന്നു. തണുപ്പുണ്ടെന്നും കൂടെ പറയായിരുന്നല്ലോ നിനക്ക്. കൂട്ടുകാരെ നമ്മൾ പോവട്ടോ. നമ്മുടെ വീട് അവിടെ ഉണ്ട് കേട്ടോ. അയ്യോ ഫ്ലാഷ് ലൈറ്റ് കാരണം കാണാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല കൂട്ടുകാരെ. പെണ്ണ് നൈസിന് ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഏതാ ലെവല് പറയുന്നേ. ചിലും ചിൽ താളമായി. പെട്ടെന്ന് ഒരു പ്രേതത്തെ കണ്ട നീ എന്ത് ചെയ്യും? പെട്ടെന്ന് ആനനെ കണ്ടെത്തി ഞാൻ പോണ കള്ളാന്ന് പറയാം. ബോധം കിട്ടും. നല്ല കോമഡി ആണല്ലോ. ഒരു അമ്മ കോമഡി അടിച്ചു കേട്ടോ കൂട്ടുകാരെ. അപ്പൊ നമുക്ക് ഇതിലെ പോയ നല്ലൊരു വഴിയുണ്ട് കേട്ടോ. കാണിത്തരാം. വഴിയല്ല, നമുക്ക് ചീയമ്പള്ളിന്ന് അങ്ങോട്ട് പോവാം. ഇവിടെ പള്ളി പെരുന്നാൾ നടക്കുന്നത്. അപ്പൊ രാത്രി പോയിട്ടുണ്ട് വൈബായിരിക്കും ഇത് കാണാന്. പെരുന്നാള് പൂമലപ്പള്ളിയിൽ പെരുന്നാള്. അത്രയല്ലേ അറിയുള്ളൂ. എനിക്ക് അത്ര അറിയുള്ളൂ. ഓ മൈ ഗോഡ് കൂട്ടുകാരെ, എന്നെ കാണായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ പറ്റില്ല. ഞാൻ ഇച്ചിരി കൂടെ ബ്രൈറ്റ്നെസ് കൂട്ടിയിടാം. ബ്രൈറ്റ്നെസ് ഫുള്ളാണ്. അപ്പൊ കൂട്ടുകാരെ നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുക കേട്ടോ കൂട്ടുകാരെ. അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇന്നാണ് കൊടിയേറ്റം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോവല്ലേ ചേ? വണ്ടി പോട്ടെ ഹൈലൈസാ. അപ്പൊ ഇതുണ്ടോ നമ്മുടെ പള്ളീന്റെ കുരിശാണിത് കേട്ടോ. ഒരെണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞ. അടിപൊളിയായിട്ട് കൂട്ടുകാരെ. ഇവിടെ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ പള്ളി എന്തായിരിക്കും അല്ലേ? എത്തി കൂട്ടുകാരെ, എത്തി. നമ്മുടെ പള്ളി കേട്ടോ. നമ്മുടെ ചീയമ്പം പള്ളി കേട്ടോ. അപ്പൊ കൂട്ടുകാരെ പള്ളിയില് വന്നിട്ട് നമ്മൾ ഇറങ്ങാണ്ട് പോകുന്ന മോശമല്ലേ. അപ്പൊ നമ്മള് പള്ളിയില് പെരുന്നാൾ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് പള്ളിയിലേക്ക് ഇറങ്ങും കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ മാല ബൾബൊക്കെ തൂക്കിട്ടിട്ട് ഓർക്കുന്നുണ്ട്. പണ്ട് നമ്മള് സ്നേഹിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ വന്നേ. ഞങ്ങൾ സ്നേഹിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ രണ്ട് ഇവിടെ ഈ ഇതേ സെയിം സ്ഥലത്ത് നിന്നിട്ട് എന്റെ പിറന്നാളിന്റെ ബേക്കില് ചീമം പള്ളി കേട്ടോ. പള്ളീന്റെ മുന്നിന്നാട്ടോ പറയുന്നത്. ശരിക്കും ഈ സ്ഥലത്ത് നിന്ന് വെളുപ്പിനൊരു 5 മണിക്ക് ഇത്തി എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ പിറന്നാളിൻ്റെ അന്ന് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. 2 നക്ഷത്രങ്ങൾ കണ്ടു. അതൊന്ന് നീയും ഒന്ന് ഞാനാ. അതെന്നെങ്കിലും ഒരു ദിവസം ഒന്നാകുന്നു പറഞ്ഞു. അതില് ഞാൻ വീണു പോയി കൂട്ടുകാരെ. നക്ഷത്രമായിരുന്നു നക്ഷത്രമായിരുന്നു എന്നെ കത്തിച്ചു കളഞ്ഞു. എന്താ
ഇതായിരിക്കും കൂട്ടുകാരെ, അത് കാരണം എനിക്ക് എന്റെ ചക്കരക്കൂട്ടാൻ കിട്ടി. ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തി പറയാം, എന്നാലല്ലേ പുറത്ത് കൊണ്ടുപോകുള്ളൂ. കൂട്ടുകാരെ ആരുമില്ല കേട്ടോ. ഇന്നൊക്കെ കൊടിയേറ്റം കഴിഞ്ഞത് കാരണം ഇന്നൊന്നും ഇവിടെ പരിപാടിയില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 2-3 അല്ല, 2-3 കേട്ടോ. അപ്പൊ ഇതൊന്നും ആരും ഇല്ല, ഒറ്റ ആളില്ല, നമ്മൾ രണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ട് മാത്രം. 12 മണി ആവാനായിട്ടോ സമയം. എന്റെ വയ്യോ, എന്നെ പിടിച്ചു കുഞ്ഞ്, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പൊ കണ്ടു കൂട്ടുകാരെ, ഇതാട്ടോ പള്ളി ലൈറ്റൊക്കെ ഉണ്ടോ, പൊന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടേ. ഇവിടെ ഒരു കുരിശാണ് കേട്ടോ, കണ്ടോ, വെളിച്ചില്ലാത്തോണ്ട് കറക്റ്റായിട്ട് കാണത്തില്ല. ഇച്ചേനെ കിട്ടിയതിന് സന്തോഷം പറയുന്നയാ. ഒരുപാട് നന്ദിയുണ്ട് കൂട്ടുകാരെ. ദൈവത്തിനെയും കൂട്ടുകാരെ വിളിക്കും, എല്ലാരെയും കൂട്ടുകാരെ വിളിക്കും. എന്റെ ഇച്ചേനെ, എന്റെ കുഞ്ഞിപ്പെണ്ണിനെ, എന്റെ ഏറ്റവും നല്ല ഫാമിലി, എനിക്ക് നല്ലൊരു ജീവിതം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ദൈവമേ. ഞാൻ ഈ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിയാണ്. നല്ല കുട്ടിയായിട്ട് എനിക്ക് ജീവിതം തന്നതിന് നന്ദിയുണ്ട്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും നടത്തി കൊടുക്കാനാവണേ ദൈവമേ. ആരും വിഷമിക്കില്ല ദൈവമേ. ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ദൈവമേ. ഓട്ടിയപ്പനിലും പൗളീസിലെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ദൈവമേ. പെരുന്നാൾ തുടങ്ങുമ്പോൾ വരാട്ടോ, എന്തേലൊക്കെ മേടിക്കാൻ തരണേ പൈസ. അപ്പൊ കണ്ട് ഈ കുരിശിലിങ്ങനെ മുത്തം കൊടുക്കൂട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഏതാണ്ട് താഴേക്കൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ വന്നത്. സ്റ്റെപ്പ് തിരിച്ച് ഇറങ്ങണം. അപ്പോൾ താഴെ നമ്മുടെ റൂമിൽ നടപ്പുണ്ടാവും കേട്ടോ. കൂട്ടുകാരെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ നിന്നാണേലും എന്നെ ഇങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്യും കേട്ടോ. പള്ളിയായിട്ട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ് കേട്ടോ, കുഞ്ഞിലെ തൊട്ട്. അപ്പോൾ ചീമമ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും വീടിൻ്റെ ഒരേ അടുത്തുള്ള പള്ളി ആയത് കാരണം കുർബാനയ്ക്കും പ്രദക്ഷിണവും എല്ലാത്തിനും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പള്ളിയും കൂടിയാണ് എൻ്റെ ചീമമ്പള്ളി. എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട് രാത്രി ഇങ്ങനെ വന്നിട്ട് കാണാനൊക്കെ പറ്റിയതില്. അപ്പൊ നമ്മുടെ വണ്ടിയോടെ കിടപ്പുണ്ട് കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ പള്ളിയിൽ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടോ, മനസ്സിന് ഭയങ്കര ഒരു സമാധാനം ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. എന്താ പറയാ, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നമ്മള് പോവാട്ടോ കൂട്ടുകാരെ. ഇത്ര മതി, ഞാൻ ഇത്രയ്ക്ക് ആഗ്രഹിക്കുന്നുള്ളൂ നൈറ്റ് ഡ്രൈവ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീടിന്റെ 2 സ്റ്റോപ്പ് അപ്പുറയാട്ടോ ചീമമ്പള്ളി വരുന്നത്. പിന്നെ എനിക്ക് ഇങ്ങനെ യാത്ര പോകുമ്പോ കുറച്ച് റൊമാൻറ്റിക് അല്ലേ, ഞാനും നീ മാത്രം പോകുമ്പോ. അല്ല എനിക്ക് നിന്റെ കൂടെ പോകുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതല്ല ഏകദേശം എത്തി. പക്ഷെ അതല്ല അതിന്റെ ബാക്കി വരിയല്ലത്. ഞാൻ ക്ലൂ തരാം, അമ്പിളിമാവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങുന്നത്. എനിക്ക് മനസ്സിലായി മറ്റേ പാട്ട്. പൊന്നരി വാളം വിളിയില് കണ്ണെറിയുന്നോളെ ആ മരത്തിൽ. ഒന്ന് പോടോ, ഞാൻ എന്റെ ഇഷ്ടം വരെ നീ നശിപ്പിച്ചറിഞ്ഞു കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മള് വീടെത്തിട്ടോ. വഴി പറഞ്ഞോ? ഇല്ല പിടിച്ചു. ആരുടെ ഒരു കണ്ണുകൾ ഞാൻ അവിടെ കണ്ടു. യോയപ്പൻ ചാടി കേറിട്ടോ. നമ്മളുടെ യാത്ര കഴിഞ്ഞ് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഹാപ്പി. നമ്മളെങ്ങോട്ടാ പോയേ? നമ്മളെങ്ങോട്ട് കുളം മല കുളം. അങ്ങനല്ല, വീട്, കാറ്, റോഡ്, ചീമമ്പള്ളി. കുറ്റിയിട്ടേക്കാണല്ലോ. കുറ്റി തുറക്കുന്നു. മമ്മി കുട്ടാക്കാരയല്ലേ കുട്ടാക്കാരയല്ലേ ചിരിക്കല്ലേ കുട്ട. അപ്പൊ കൂട്ടുകാരെ നാട് കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കാട്ടോ. കണ്ടോ, കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കുറങ്ങുന്നുണ്ട്. മമ്മി കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ ആയിരുന്നു ഇത്ര നേരം. കുഞ്ഞാ വായക്കോട്ടെ കിട്ടു പൊന്നു. പൊന്നു പറഞ്ഞ പോലെ വീട്, കാറ്, പള്ളി, വീട്, കാറ്, റോഡ്, ചീമമ്പള്ളി. അപ്പൊ അത്രയോട് കൂടുതൽ എന്ത് വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. വീട്, കാറ്, റോഡ്,
അമ്മ പള്ളി